സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് ഇന്നും പാളി. മിക്കയിടത്തും മസ്റ്ററിംഗ് മുടങ്ങി. മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇന്നും നാളെയും മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാനത്ത് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമവും രൂക്ഷമാണ്. ഈ മാസം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയില്ല. നീക്കിയിരിപ്പ് സാധനങ്ങളും തീർന്നു. ഈ മാസം ആദ്യം മുതൽ ആരംഭിച്ച കരാറുകാരുടെ സമരം തുടരുകയാണ്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഇന്നലെയും ഈ റേഷൻ കടകളിൽ എത്തിയവർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. ഇന്നും അതേ സാഹചര്യം തന്നെയാണോ? വേണു, സംസ്ഥാനത്ത് ഇന്ന് മഞ്ഞ കാർഡ് ഉടമകൾക്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇന്ന് മസ്റ്ററിംഗ് തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തുടങ്ങാനായി തീരുമാനിച്ചിരുന്നെങ്കിലും സെർവർ തകരാറ് കാരണം ഇത് നടന്നില്ല. തുടർന്നാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമായി ഇന്നത് പരിമിതപ്പെടുത്തിയത്. ഇന്നും നാളെയും എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ 8 മണി മുതൽ റേഷൻ കടകളിലും അതോടൊപ്പം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ബൂത്തുകളിലുമൊക്കെ ജനങ്ങൾ എത്തിയെങ്കിലും മസ്റ്ററിംഗ് നടന്നിട്ടില്ല. സെർവർ തകരാറ് ഇന്നും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഈ 3 മണിക്കൂർ പിന്നിടുമ്പോഴും മസ്റ്ററിംഗ് 1-2 മസ്റ്ററിംഗ് മാത്രമാണ് പലയിടത്തും റേഷൻ കടകളിൽ കഴിഞ്ഞത്. പലയിടത്തും ആധാർ ഓതൻറ്റിഫിക്കേഷൻ ശരിയാകുന്നില്ല. മാത്രമല്ല, സാങ്കേതിക തകരാർ എന്ന കഴിഞ്ഞ ദിവസത്തെ പോലെ ഇ-പോസ് മെഷീനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ വീട്ടിലെയും ഗൃഹനാഥൻ മാത്രമല്ല, ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഈ ഇ-പോസ് മെഷീനിൽ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തോടുകൂടി റേഷൻ കടകളിലെത്തുന്നവർ രാവിലെ മുതൽ നിരാശരായി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാർ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി പലവിധ മാർഗ്ഗങ്ങൾ നോക്കിയെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം കൂടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇ-പോസ് മെഷീൻ തകരാറ്, അതോടൊപ്പം തന്നെ സെർവർ തകരാറ്, ഇതിനെ തുടർന്ന് ഈ റേഷൻ വിതരണവും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് അല്ലെങ്കിൽ പിങ്ക് കാർഡ് ഉടമകൾക്ക് നൽകാനുള്ള റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മാർച്ച് മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഇതുവരെയും റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. കരാറുകാർ മാർച്ച് 1 മുതൽ തന്നെ സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ നീക്കിയിരിപ്പ് സാധനങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്നു. പക്ഷേ അതും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റേഷൻ വ്യാപാരികൾ പറയുന്നത് ഒരുപക്ഷെ ഇ-പോസ് മെഷീൻ്റെ സെർവർ തകരാർ പരിഹരിച്ചാൽ പോലും റേഷൻ വിതരണം വീണ്ടും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാനത്തെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വേണു, ശരി. മസ്റ്ററിംഗ് ഇന്നും പാളിയിരിക്കുകയാണ്. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.